ഹായ് ഫ്രണ്ട്സ്. അതെ, ഇന്ന് നമ്മൾ 3 സിനിമയുടെ അപ്ഡേറ്റ്സ് ആയിരുന്നു വന്നത്. അത് ഇതൊക്കെയാടാ. മർദാനി, പിന്നെ ഷാഹിദ് കപൂറിന്റെ ഒരു സിനിമ അതിന്റെ പേരില്ലേ ഓ റോമിയോ. പിന്നെ ഒരു മലയാളം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞില്ലേ മലയാളത്തിന്റെ ഒന്നും വന്നില്ല. പുതുവർഷത്തിൽ മലയാളത്തിന്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ജയറാമും കാളിദാസനും കൂടെയുള്ള ഒരു കംബാക്ക്, ജയറാമിന്റെ കംബാക്ക് സിനിമ ആയിരിക്കും. ട്രെയിലർ വന്നിട്ടുണ്ടെന്നാണ്, ട്രെയിലർ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാലോ? പിന്നെന്താ, ആദ്യം നമുക്ക് ബോളിവുഡിൽ തുടങ്ങാം. മർദാനി, റാണി കപൂർ അല്ല, റാണി മുഖർജിയുടെ മർദാനി. ഓക്കെ, बुलंदशहर से एक शॉकिंग किडनैपिंग केस सामने आया है, जहां 2 छोटी लड़कियां कल शाम मिस्टीरियस कंडीशंस में लापता हो गई। वेलकम टू एनआईए रॉय। आपका ना कूलिंग ऑफ पीरियड नहीं मिलेगा, मामला कुछ अर्जेंट है। പോലീസ് ടെസ്റ്റിലൂടെ पिछले 3 महीनों में जितनी बच्चियां देश में गायब हुई है, सबकी लिस्ट निकालो। പെൺകുട്ടികളുടെ കിഡ്നാപ്പിംഗ് ആണ് തോന്നുന്നത്. सोच रहे थे ये साले तो रणजी खेल रहे हैं। अपने इन्फॉर्मर्स को उल्टा लटकाओ, कुछ तो बताएंगे साले। अम्मा कुसुमपुर से भिखारियों का माफिया चलाती है। अम्मा ഇല്ലത്തിയാണ് कितने बच्चों को उठवाया आज तक? അപ്പൊ തുടക്കത്തിൽ എഴുതി വെച്ചേക്കുന്നത് മോശമല്ലേ? എന്ത് ഏത് നാട്ടിലെ സ്ത്രീകളെ അമ്മയെ പോലെ उसको कुछ और ही चाहिए। പൂജിക്കുന്നു, അതേ നാട്ടിൽ തന്നെ കുറെ സ്ത്രീകള് കാണാതാവുന്നു. अम्मा दिखाएगी समंदर, पहले ये देख। പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെയാണ് മഷാവ. अम्मा ने इस बार 2 लाख की जगह 10 का रेट रखा था एक बूटी का। हरी मेरी मुन्नी को आई शपथ, ये कुत्ते ഇതെന്തിനാ വില്ലനെ ഇപ്പോഴേ തന്നെ അത് സസ്പെൻസ് ആക്കി വെച്ചുകൂടായിരുന്നു? ഞാനത് ആലോചിക്കുന്നത്. आज से आपका एक ही ഒരു സിനിമ മൊത്തം ഉണ്ടല്ലോ. एग्जिट्स में नाकाबंदी करो। अब अम्मा दिल्ली में नहीं रुकेगी, हर गली हर नुक्कड़ में रेड मारो, जहाँ से हमें कुछ पता चल सके। 93 बच्चियां 3 महीनों में, 8 से 11 साल की। बेगर माफिया को उम्र से क्या लेना देना? इन बच्चों के साथ कुछ गलत हो रहा है। छोटी वाली नेगेटिव, बड़ी वाली पॉजिटिव, याद रखियो। ये बेगर माफिया या चाइल्ड ट्रैफिकिंग से बहुत बड़ा है। അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവരെന്തിനാണ് ഈ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അത് മാത്രം കൂടെ പറയാനുണ്ടാവുള്ളൂ. मेरे पास आता है ना, उस भीख का एक हिस्सा तुम ठुन्नों पर भी जाता है। तुझे नहीं मिला कभी? हर वर्दी की कीमत होती है, कोई 5000 में बेचता है, किसी के 0 बढ़ जाते हैं। बस हो गया तेरा। अब ध्यान से सुन, होंगे वर्दी बेचने वाले। तेरी बदकिस्मती की तू एक से बढ़ गई, तुझ जैसों से कट नहीं लेती है, तुझ जैसों को काट के रख देती है। റാണി ഓക്കെയാണ്, പക്ഷെ അവര് ട്രെയിലറിൽ മൊത്തം സിനിമ കാണിക്കുന്നു. टिप ऑफ मिला, अम्मा आपके घर का पता ढूंढ रही है। ഓ, അവളുടെ ഫാമിലി കയറി കളിച്ചു അതായിരിക്കും. ഉള്ള വീട്ടിൽ കയറി വന്നിട്ടുണ്ട്. ഇവളുടെ സ്വന്തം പ്രൊഡക്ഷനാണ്. 30 ജാനുവരി. അല്ലെന്നേ, 3 മിനിറ്റ് വീഡിയോ, 3.25 മിനിറ്റ് ഉണ്ട് വീഡിയോ. ഇതിനും ഭേദം സിനിമേന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞിട്ട് എഴുതി കൂടെ. ഇതെന്താ ട്രെയിലറാ? നമ്മൾക്ക് റിവ്യൂ തന്നെ 3 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. ഇവര് ട്രെയിലർ ഫുൾ ഇറക്കി. ഇത്ര വേണ്ടായിരുന്നു, ഒരു 1.5 മിനിറ്റിലൊക്കെ ഒതുക്കായിരുന്നു. വില്ലനൊന്നും കാണിക്കാതെ നമുക്കൊരു സസ്പെൻസ് എലമെന്റ്. ഇതിപ്പോ ആകെ സസ്പെൻസ് തോന്നുന്നത് എന്തിനാണ് ഇവരെ തൂക്കുന്നത്. അതെ, ആ ഒറ്റ ഒന്നേ ഉള്ളൂ. ബട്ട് റാണി മുഖർജി കിട്ടുവാണല്ലേ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ. ഭയങ്കര ഡ്രാസ്റ്റിക്. ഇപ്പോ പഴയ ഹീറോയിൻസില് മറ്റെല്ലാവരും ഫീൽഡ് ഔട്ട് ആയെങ്കിലും അവർ പടം വിജയിച്ചില്ലെങ്കിലും റാണി ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്വന്തം ഷോൾഡറിലെ ഒരു സിനിമനെ കൊണ്ടുപോകും. റാണിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ കിട്ടില്ല പെർഫോമൻസ് അല്ലായിരുന്നു. ടോട്ടലി ഡിഫറെന്റ്. അതെ, ആൻഡ് മർദാനി 1 and 2 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഇതും കിടുവാണ്.
മണ്ണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കില്ലല്ലോ. പോരാ. അപ്പൊ അടുത്ത പടം നോക്കിയാലോ? ഹായ്. ഫുൾ റെട്രോ വൈബാണ് തോന്നുന്നുട്ടാ. വൈബാണ്. ഓക്കെ. ആരാണ്? ഷാഹിദ് കപൂർ. ഓ ഷാഹിദ് കപൂർ. ഓ പുള്ളി പാറ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. മാർക്കോയാ. നാനാ പട്ടേക്കർ കുറെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓ ദിശാപ്പട്ടാണ് ഇതിന്റെ. ആ നമ്മൾ നാഷണൽ അവാർഡാണ്. വിക്രം. ഓ തമന്ന ഡാൻസിന് മാത്രം ആവാതെ മതിയായിരുന്നു. അവിനാഷ് തിവാരി. നമ്മളെ പഴയ SRKന്റെ അമ്മ. ഹൈദർ, ഓംകാര, സമീനി. മൂന്നും ഷാഹിദ് കപൂർ അല്ലേ? ഓംകാരയിലൂടെ അറിയില്ല. പക്ഷെ മറ്റേ രണ്ടുണ്ട്. തൃപ്തി. തൃപ്തി തിമറി. ഓ ഇവളും ഉണ്ടോ? അവൾക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ അവള്. ടോട്ടൽ 3 ഹീറോയിൻസ് ആയില്ലേ? തൃപ്തി, ദിശ, തമന്ന. 2 വേൻസോ? ഓ 13 ഫെബ്രുവരി വാലന്റൈൻസിന് മുന്നേ. വിശാൽ ഭരദ്വാജിന്റെ മൂവിയാണ്. സോ അങ്ങനെ റെട്രോ വൈബ് തന്നെ ആയിരിക്കും. ഡാർക്ക് ആയിരിക്കും. പക്ഷെ സ്റ്റോറി ബേസ്ഡ് ആണ് എപ്പോഴും ഇവൻ എടുക്കാറ്. ഇപ്പോ കമീനി ആയാലും ഓംകാര ആണെങ്കിലും ഹൈദർ ആണെങ്കിലും. ഓംകാരയും ഹൈദറും ഷേക്സ്പിയറിന്റെ സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു. ഇത് എന്തോ ഇവന്റ് ബേസ്ഡ് ആണെന്നല്ലേ പറഞ്ഞത്? ഇവന്റ്സ്. അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത മാസം കാണാൻ ഈ പടം. അതെ. ഇനിയിപ്പോ നമ്മള് കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ മലയാളത്തിൽ നിന്ന് അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ലെന്ന്. മലയാളത്തിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. വേറെ ആരുമില്ല, നമ്മളെ എവർഗ്രീൻ ജയറാം ഏട്ടന്റെ പടം. ജയറാം ഏട്ടനും മോനും കൂടെ അഭിനയിക്കുന്ന ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ടീസർ അതൊന്ന് കണ്ടാലോ? ആശകളായിരം. രണ്ടുപേരും ഒരേ ജുബാണല്ലോ ഇട്ടേക്കുന്നത്. അച്ഛനും മോനാ? അനുരാഗൊക്കെ ആയിരിക്കും. വെള്ളത്തിലെ വീടാണോ? അതേപോലത്തെ സെറ്റപ്പാണ്. അതിൽ ആശാശ കാര്യം അവള് മനസ്സിലാക്കിയല്ലോ. അതാണ് ആക്ടിങ്. ഞാൻ അടിച്ചത് മനസ്സിലായിട്ടില്ല. അതും ആക്ടിങ് തന്നെയാ. അച്ഛനും മോനും നല്ല വൈബായിരിക്കും. ഏതാണ്ട് മാട്ട സാധനം അടിച്ച് ആടി ആടി വന്നിട്ട് ആക്ടിങ് പോലും. ഫെബ്രുവരി 6 അടുത്ത മാസം. അപ്പൊ ഫെബ്രുവരി 6 നല്ലൊരു സിനിമയും കൂടി ആവട്ടെ. ജയറാമേന്റെ കംബാക്ക് തന്നെ ആവട്ടെ. ഇതും ഒരു പക്ക ഫാമിലി സിനിമയാണ്. അത് നന്നായിട്ട് വന്നാ മതി. അതെ, നന്നായിട്ട് വന്നാൽ മതി. ജയറാം തിരിച്ചു വരണം. അതുപോലെ കാളിദാസിനും ഒരു കാലം കുറയും. അവനും ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നല്ല നടനാണ്, പക്ഷെ ഒന്നും അങ്ങ് പച്ച പിടിക്കുന്നില്ല. ഇതെങ്കിലും ഒന്ന് സെറ്റ് ആകട്ടെ. അപ്പോൾ ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. ഓക്കെ, മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ ഇപ്പൊ സെൻസേഷനായിട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ രജിഷ വിജയന്റെ ഐറ്റം സോങ്. ഇപ്പൊ അത് ഭയങ്കര വൈറലാണ്. അവള് എന്തായാലും മുൻപ് പറഞ്ഞു ഞാൻ ഐറ്റം സോങ് ചെയ്യില്ല, ഡാൻസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അവളുടെ മുൻപത്തെ ബോഡി അങ്ങനെയായിരുന്നു. ഇപ്പൊ അവള് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഏതായാലും ഐറ്റം സോങ് ചെയ്യുന്നു, തുണി കുറച്ച് അഭിനയിക്കുന്നു, എന്നാൽ പിന്നെ ഒരു നല്ല സിനിമയിൽ അഭിനയിക്കാൻ, നല്ല ഹീറോ, നല്ല ഡയറക്ടർ, വലിയ ബിഗ് ബാനർ ഒക്കെ വെച്ച്. അതും ഇപ്പൊ നോക്കിയ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബിസനില്ലേ, ആ സിനിമയിലൊക്കെ കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുമ്പോൾ ഇപ്പൊ ഒരു ഐറ്റം സോങ് നല്ലത്. എല്ലാം കൂടി ഉള്ളൊരു പാക്കേജ് ആണെന്നാണ് അവള് പറയുന്നത്. പക്ഷെ ഭയങ്കര ട്രോളാണ് ഫുള്ള്. ട്രോളിക്കോട്ടെ ആൾക്കാര്. ഇപ്പൊ നമ്മള് ഇന്നലത്തെ നമ്മളായിരിക്കില്ല ഇന്ന്. നമ്മുടെ വ്യൂ പോയിന്റ്സ് തന്നെ ചിലപ്പോ 180 ഡിഗ്രി മാറാം.
ഓക്കെ. ആൾക്കാർ പഠിക്കണ സ്വയം തിരിച്ചറിഞ്ഞ് Comment- ഇവോൾവ് ആവുകയാണ്. കമന്റ്സിലൊക്കെ കാണുന്നത് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ട് ഇതായി അവള് തുണി അയച്ചു തുടങ്ങി. ആദ്യത്തെ സിനിമയിൽ എന്നെ അവാർഡ് കിട്ടിയ വളരെ കുറച്ച് നടിമാരല്ലേ ഉള്ളൂ. അതെ. ഏ? പക്ഷെ എന്നിട്ട് അവസരം അവൾക്ക് ഇനി അവസരം വേണം എന്ന് പറയണതിന്റെ പക്ഷെ അവസരം കുറയാൻ പറ്റില്ല. ഇപ്പൊ പുതിയ അമൽ നീരദ് പടത്തിൽ അവളെ ഹീറോയിൻ നെസ്ലിൻ, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ് ഒക്കെ അഭിനയിക്കുന്ന. അല്ല, കൊടുത്തത് നല്ല വൃത്തിക്ക് ചെയ്യും. തമിഴില് ഡബിങ് ഒക്കെ ഇച്ചിരി മോശമാണ്. പക്ഷെ ആ പാട്ടും ഭയങ്കര മോശമായിരുന്നു. എന്തോ ഒരു ലിറിക്സ്, വായിക്കൊള്ളാത്ത ലിറിക്സ് ഒക്കെ ആയിട്ടായിരുന്നു. അതെ, നല്ലൊരു പാട്ടില് ചെയ്യായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ നമ്മളെ ഇന്റർവ്യൂ ക്യൂനില്ലേ, നമ്മളെ ധ്യാൻ ശ്രീനിവാസനെ പോലെ ഇന്റർവ്യൂ ക്യൂൻ ആരാന്ന് മനസ്സിലായോ? ആരാണ്? അതെ, അവളുടെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, പെണ്ണ് കേസ്. സാധാരണ ആണുങ്ങളുടെ വ്യൂ പോയിന്റല്ലേ നമ്മൾ ഈ കല്യാണ തട്ടിപ്പ് വീരന്മാരെന്നല്ലേ പറയാറ്. വീരത്തികൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടൊക്കെ, പക്ഷെ അവർക്ക് ഇത്ര എക്സ്പോഷർ കിട്ടിയിട്ടില്ല. സിനിമയിൽ വന്നിട്ടുണ്ടാവില്ല എന്തായാലും. അപ്പൊ അതങ്ങനെ ഒരു ഫ്രഷ് തീമായിട്ടാണ് അവർ വരുന്നത്. കല്യാണ തട്ടിപ്പ് കാരി. അതില് എല്ലാം കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കൊന്ന് അജു വർഗീസ് ഉണ്ടെന്ന് തോന്നുന്നു, സൈജു കുറുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പിന്നെ വേറെ ഒരുത്തനുണ്ട്, അവന്റെ പേര് ഹക്കീം ഷാ. അവനാണ് മെയിൻ തോന്നുന്നു. അങ്ങനെ. സോ നമുക്ക് അതൊന്ന് കണ്ടിട്ട് അടുത്ത റിവ്യൂ അതുമായിട്ട് കണ്ടിട്ട് ഞങ്ങള് അതിന്റെ റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ, ബൈ. ശരി, ബൈ.